ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CGL-ന്റെ 2023 ചോദ്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കി ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വീഡിയോയ്ക്കകത്ത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കുക, പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ CGL പോലെയുള്ള പരീക്ഷകളിലൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലും കൂടെ ആണ് എന്നതുകൂടെ പരിഗണിച്ചാൽ ഈ പറയുന്ന ചോദ്യങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു തവണ കണ്ടിരുന്നാൽ നമുക്ക് അത്രമേൽ പ്രയോജനം ഉണ്ടാകും പരീക്ഷയിൽ. മക്കളെ, ഈ ഒരു ചോദ്യത്തിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ബൈ 1 ഗെറ്റ് 1 ഫ്രീ, അതുപോലെ ബൈ 3 ഗെറ്റ് 4 ഫ്രീ എന്നൊക്കെ ഉള്ളതായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു ഡിസ്കൗണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഇതാണ് ആ ഇക്വേഷൻ: ഫ്രീ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. എന്താ പറഞ്ഞേ? ഫ്രീ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. മക്കളെ, ഇവിടെ ഫ്രീ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ് ഫ്രീ ആയി കൊടുക്കുന്നത്. ആ ഫ്രീ എന്നതായത് കൂടി പരിഗണിക്കുമ്പോൾ മൊത്തത്തിൽ എത്ര എണ്ണം കിട്ടും, അതാണ് ടോട്ടൽ. ഇൻറ്റു 100 എന്ന് എടുത്താൽ മതി. ഓക്കെ ആണോ? ഇനി ചോദ്യം വായിച്ചേടാ. ചോദ്യത്തിനകത്ത് അവരെന്താ പറയുന്നത്? ഒരു ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തു? ഒരു ഓഫർ കൊടുത്തു. എന്താ? 2 ഡിസ്കൗണ്ടുകൾ എന്ന രീതിയിൽ 2 ഡിസ്കൗണ്ട് സ്കീമുകളാകുന്ന ഓഫർ കൊടുത്തു. ഒന്നാമത്തെ എന്താ? 3 എണ്ണം വാങ്ങിക്കുമ്പോൾ 4 എണ്ണം ഫ്രീ കിട്ടും. അടുത്തതോ 5 എണ്ണം വാങ്ങിക്കുമ്പോൾ 6 എണ്ണം ഫ്രീ കിട്ടും എന്നുള്ളതാണ്. ഇതിനകത്ത് ഏതിലാണ് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നത് എന്ന് പറയാമോ എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ഇക്വേഷൻ കയ്യിലുണ്ടല്ലോ, അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഒന്നാമത്തെ സ്കീം നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. സ്കീം എ എന്താ അവിടെ പറയുക? ബൈ 3 ഗെറ്റ് 4 എന്ന. അപ്പൊ നമുക്കറിയാം ഇവിടെ എത്ര എണ്ണ ഫ്രീ ഉള്ള? 4. അപ്പൊ നമ്മുടെ ഈ ഡിസ്കൗണ്ടിന്റെ ഇക്വേഷൻ പ്രകാരം 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ആർട്ടിക്കിൾ ഉണ്ട്? 4 3 കൂടെ കൂട്ടുമ്പോൾ എത്ര എണ്ണം കിട്ടുന്നുണ്ടടാ? 7 എണ്ണം കിട്ടുന്നുണ്ട് ഇൻറ്റു 100. കണ്ടോ? ഇനി ഇതിന്റെ പെർസെന്റേജ് കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/7 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണെന്ന് അറിയാം. 1/7 എത്ര പെർസെന്റേജാ? 14 ആൻഡ് താണ്ട നോക്കിക്കോണം, ഞാൻ ഇവിടെ 4-നെ മാറ്റി എഴുതി. 1/7 എത്ര പെർസെന്റേജാ? 14 ആൻഡ് 2/7 പെർസെന്റേജാ. ഓക്കെ ആണോ? ഈ 14 ആൻഡ് 2/7 എന്ന് പറഞ്ഞാൽ 14 പ്ലസ് 2/7 എന്നാ. നമുക്ക് ഈ ഒരു ചോദ്യത്തിനകത്ത് ഒരു അപ്രോക്സിമേറ്റഡ് വാല്യൂ മതി എന്ന കാരണം കൊണ്ട് 14 ഗുണം 4 എന്ന് പറയുമ്പോൾ എത്ര വരും? കൂടാ 14 4 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 10. അപ്പൊ എങ്ങനെയാ കൂട്ടുന്നത്? 10 ഗുണം 4 40, 4 16. അപ്പൊ തന്നെ 56 ചില്ലറ വന്നു. അപ്രോക്സിമേറ്റ്ലി 56 പ്ലസ് അത്രയും പെർസെന്റേജ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു റഫ് കാൽക്കുലേഷൻ മതി. ഇനി നമുക്ക് ഏത് സ്കീമിൽ പോകണം? സ്കീം 2-നകത്തേക്ക് പോകണം. സ്കീം ബിക്ക് അകത്തോട്ട് പോകണം. സ്കീം ബിയിൽ എന്താ പറയുന്നത്? അവിടെ ഡിസ്കൗണ്ട് പ്രകാരം 6 എണ്ണമാണ് ഫ്രീ കിട്ടുന്നത്. മൊത്തം അവിടെ 5 എണ്ണം വാങ്ങുമ്പോൾ അപ്പൊ 6 5 11 ഗുണം എത്രയാണ്? 100. ഇനി നമുക്കറിയാം 1/11 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജാ? 1/11 എന്ന് പറയുന്നത് നോക്കിക്കോണം. 1/11 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണോ അതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ ഞാൻ എങ്ങനെ എഴുതും? 6 ഗുണം എത്രയാടാ? 1/11 പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആൻഡ് 1/11 ആണ് നമ്മൾ പറയുന്നത്. 9 ആൻഡ് 1/11. അപ്പോൾ 9 ആൻഡ് 1/11 അത്രയും പെർസെന്റേജ് ഗുണം 6. കണ്ടോ? അപ്പൊ എന്തോ വരും? 6 9 54. അപ്രോക്സിമേറ്റ്ലി ഒരു 54 പ്ലസ് എന്ന രീതിയിലാണ് അവിടുത്തെ ഡിസ്കൗണ്ട് പെർസെന്റേജ് വരുന്നത്. ഇനി പറ, കൂട്ടത്തിൽ ഈ 54 പ്ലസ് എന്ന് പറയുമ്പോൾ 55-ന് മുകളിൽ പോവില്ല. ഇവിടെ 56 പ്ലസ് എന്ന് പറയുമ്പോൾ ഏതിന് മുകളിൽ പോവില്ല? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു 57 ആ ഒരു റേഞ്ചിനകത്തേക്കൊക്കെ ആയിരിക്കും വരിക. എന്നാലും ഒരു 1 2 അത്രയും കൂടുതലേ ഉണ്ടാവുള്ളൂ. നമുക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താ? ഈ പറയുന്നതായിട്ടുള്ള 56 പ്ലസ് ഈ സ്കീമിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ, ഞാൻ ആ അപ്രോക്സിമേറ്റഡ് വാല്യൂവിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ വില നമുക്കറിയാം. ഈ 50 ഇവിടെ മാത്രമേ ഉള്ളൂ. 54 ഇവിടെ ഇത് നടുക്ക് പ്ലസ്സാ വരുന്നത്. 6/11. അപ്പം അത് ഒന്നിനേക്കാൾ ചെറിയ വില ആയതുകൊണ്ട് 54 ചില്ലറ എന്നേ വരത്തുള്ളൂ. 55-ന് മുകളിൽ പോകൂല. ഇവിടെ 4-നെ അകത്തേക്ക് കുടിക്കുമ്പോൾ ഈ 2 എന്ന് പറയുന്ന ആൾ 8/7 ആവും. അപ്പൊ ഒരു 1 കൂടും, ഒരു 57 സംതിങ് എന്നുള്ള രീതിയിലേക്ക് മാറും. എന്നിരുന്നാലും ഡിസ്കൗണ്ടിന്റെ പെർസെന്റേജ് പരിഗണിക്കുമ്പോൾ എ തന്നെയല്ലേ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ ആ ഒരു ചോദ്യം പിടികിട്ടിയോ? അപ്പൊ ഒരു റഫ് കാൽക്കുലേഷൻ ആണ്. നമ്മൾ എപ്പോഴും ആൻസർ കിട്ടുക എന്നതിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ചെയ്യുന്ന വഴികളിലോ ചിന്തിക്കുന്ന വഴികളിലോ അല്ല
പ്രശ്നം ശരിയായ ഉത്തരം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അതാ ഞാൻ ഈ ഒരു ചോദ്യത്തിലൂടെ പറഞ്ഞത്. ഈ ഒരു ചോദ്യം നോക്കിയേ മക്കളെ, ഇവിടെ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചോദ്യമായത്. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തു വെക്കണം എന്നുള്ളതാണ് കാര്യം. PNR/100 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ. ശരി, ഇനി ചോദ്യം വായിക്കുക. ഒരു 10,000 രൂപ ഞാൻ എന്ത് ചെയ്തു, 4% എന്ന രീതിയിൽ ഒരു വർഷത്തേക്ക് എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ ആണോ? 4% എന്ന രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, ഒരു വർഷത്തേക്ക് 4% എന്ന രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും. ശരിയല്ലേ? ഇനി അവർ പറയുന്നത് എന്താ, ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആകണം എന്നാണ് പറയുന്നത്. 8,000 രൂപ ഞാൻ 4 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു 5% എന്ന നിരക്കിൽ. എങ്കിൽ ഈ 8,000-ന് 4 വർഷം കൊണ്ട് 5% നിരക്കിൽ എത്ര കിട്ടുമോ അത്രയും തന്നെ പലിശ 10,000 രൂപയ്ക്ക് കിട്ടണമെങ്കിൽ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യം ചെയ്യാനുള്ള എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. PNR/100 പ്രകാരം 10,000 എന്നതാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന തുക. അത് 4%-ലാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അത് എത്രയോ വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 100. അതിന്റെ പലിശ എന്ന് പറയുന്നത് എത്രയാകണമെന്നാ പറയുന്നത്? 8,000 രൂപ. കണ്ടോ? ഇത് രണ്ടാമത്തെ സ്കീം. അപ്പോഴ് എന്താ, PNR/100 2 തവണ എടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക ഇവിടെ ചെയ്യുന്നത്. 8,000 ഞാൻ എന്നിട്ട് ഇതിനെ എളുപ്പമാക്കി കാണിച്ചു തരാം. ഇവിടെ എന്താ, 4 വർഷത്തേക്ക് 5%-നകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബൈ 100. കണ്ടോ? ഇനി ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കേ, 100 വെട്ടിമാറി. ഈ 10,000-ന്റെ 3 പൂജ്യവും 8,000-ന്റെ 3 പൂജ്യവും വെട്ടിമാറി. ഇനി ഇവിടെ എന്താ, 4 രണ്ടിടത്തും ഒരുപോലെ ഉണ്ടായതുകൊണ്ട് വെട്ടിമാറി. ഇനി 5 10 ഉണ്ടായത് കൊണ്ട് 2 കൊണ്ട് 5 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും? 2 വരും. ഈ 2-നെയും അപ്പുറത്തുള്ള 8-നെയും കൂടി വെട്ടുമ്പോൾ ഇവിടെ 2 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 4 വരും. അതായത് ഇനി അവശേഷിക്കുന്നത് ആരാ? ഇവിടെ X ആണ്. X-ന്റെ വില എത്ര വരും? ഇവിടെ 4 വരും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇത് കണ്ണുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തു നോക്കാവുന്നതായ കാര്യമുള്ളൂ. കാര്യം എന്താ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്തായാലും PNR/100 പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ബൈ 100 എന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെയും 2 പൂജ്യങ്ങൾ അങ്ങ് വെട്ടിമാറ്റാം. ശരിയാണോ? ഇനി നമുക്ക് എന്ത് പറയാം, ഇവിടെ N-ഉം R-ഉം കൂടെ ഗുണിക്കുകയാ ചെയ്യുക. ഇത് രണ്ടും കൂടെ ഗുണിക്കുക ചെയ്യുക. 5 ഗുണം 4 എത്ര വരും? ഇവിടെ 20 വരും. ഇവിടെ 20-ന് ഒരു പൂജ്യം ഉണ്ടായത് കൊണ്ട് 10,000-ന്റെ അവിടുത്തെ എന്ത് ചെയ്യാം, ഒരു പൂജ്യം നമുക്ക് അങ്ങ് വെട്ടിമാറ്റാം. ഇനി എന്താ, അവിടെ 10,000-ന് ഒരു പൂജ്യം ഉണ്ടായിട്ട് 8,000-ന് ഒരു പൂജ്യം ഉണ്ട്, അതും അങ്ങ് വെട്ടിമാറ്റാം. അങ്ങനെയാണ് സിംപ്ലി 4 സമം എത്രയെന്നേ വരത്തുള്ളൂ? 8 ഗുണം 2. 4 അവിടെ X ഉണ്ട് കേട്ടോ, X ഉണ്ട് കേട്ടോ. 4 ഗുണം അവിടുത്തെ റേറ്റിന്റെ വില എന്ന് പറയുന്നത് X ആണെന്ന് വിചാരിക്കും. അപ്പൊ 4X സമം ഇപ്പുറത്ത് എന്ത് വരും? ഇവിടെ 8 ഗുണം എത്ര വരും? 2 എന്ന് വരും. ശരിയാണോ? ഇനി ഈ 4 കൊണ്ട് ഇവനെ അങ്ങ് വെട്ടിമാറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്ര വരും? 2 വരും. X-ന്റെ വില എത്ര വരും? 4. കണ്ടോ? കണ്ണുകൊണ്ട് വെട്ടിമാറ്റി നമുക്ക് ഉത്തരം എടുക്കാൻ ഇത് മാത്രമാണ് ഒരു വഴിയുള്ളത്. ഇവിടെ ഒന്ന് ഓർത്തു വെക്കുക, ബേസിക് ഇക്വേഷൻ തന്നെ ഓർത്തു വെച്ചാൽ മതി. നമ്മൾ റാൻഡം ആയിട്ടുള്ള ഫോർമുലാസ് ഒന്നും കാണാതെ പഠിക്കണ്ട. ഓക്കെ ആണോ മക്കളെ? അടുത്ത ചോദ്യം നോക്കേടാ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോദ്യമാ. എന്താ, ഒരു മാൻ ഉണ്ട്, ഒരു ബോയ് ഉണ്ട്, ഒരു വിമൻ ഉണ്ട്. മാൻ അതായത് ആ ആണിന് എത്ര ദിവസം കൊണ്ട്? 10 ദിവസം കൊണ്ടും ബോയ്ക്ക് 15 ദിവസം കൊണ്ടും വിമനിന് 30 ദിവസം കൊണ്ടുമാണ് ആ ജോലി ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. എങ്കിൽ ഇവര് 3 പേരും കൂടി, കണ്ടോ, വർക്ക് ടുഗെദർ ആണ് കണ്ടീഷൻ എങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കുമെന്നാ ചോദിക്കുന്നത്. എളുപ്പമാണ് ചെയ്യാൻ. ആദ്യമേ മാനിന്റെ കാര്യം പറ. മാൻ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീരുമെന്നാ പറയുന്നത്? അയാൾക്ക് എത്ര ദിവസം മതി? 10 ദിവസം മതി. എങ്കിൽ അവിടുത്തെ വിമനിന്റെ കണ്ടീഷൻ പറ. വിമനിന് എത്ര ദിവസം വേണം ചെയ്തു തീർക്കാൻ? 15 ദിവസം മതി. അതുപോലെ അവിടെ വിമനിന് 15 എന്നല്ലല്ലോ പറയാ, വിമൻ അല്ല, ബോയ്ക്കല്ലേ 15. സോ ബോയ്ക്ക് എത്രയെന്നാ പറഞ്ഞേക്കുന്നത്? 15. അതുപോലെ വിമനിന് എത്രയെന്നാ പറഞ്ഞേക്കുന്നത്? വിമനിന് 30 ദിവസം വേണം എന്നാ പറഞ്ഞേക്കുന്നത്. ഡൗട്ട് ഇല്ലല്ലോ. നമ്മൾ ചെയ്യേണ്ടതായ കാര്യം എഫിഷ്യൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാ. എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ആരാ? LCM എടുത്താൽ മതി. 10, 15, 30. ഇതിനകത്ത് 10-ന്റെ മൾട്ടിപ്ലിക്കേഷനകത്ത് 30 ഉണ്ട്, 15-ന്റെയും മൾട്ടിപ്ലിക്കേഷന് 30 ഉണ്ട്. അപ്പൊ LCM വേറെ ആരുമല്ല, ആര് തന്നെ വരും? 30 വരും. LCM 30 ആണെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 10 ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. 30/10 എത്ര? 3 വരും. 30/15 ആണ് ഇവിടുത്തെ എഫിഷ്യൻസി. 30/15 എത്ര? 30/15 എന്ന് പറഞ്ഞാൽ 2 ആ. 30/30 എത്ര? 1 ആ.
ഓക്കെ ആണോ? അപ്പൊ നമുക്ക് കിട്ടി എന്ത്? എഫിഷ്യൻസി മാനിന് 3 ആണ്. അതായത് വർക്ക് പെർ ഡേ. അയാൾ ഒരു ദിവസം 3 ജോലി വെച്ച് ചെയ്താൽ 10 ദിവസം കൊണ്ട് ആ ജോലി തീരും. ഓക്കെ, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് എന്താ ഈ LCM എന്ന് പറയുന്ന ആളിനെ വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നല്ലോ, ടോട്ടൽ വർക്ക്. 10 ദിവസം കൊണ്ട് 30 യൂണിറ്റ് ജോലി തീരും. ഓക്കെ ആണോ? ഇനി എന്താ? 2 ജോലി വെച്ചിട്ട് ബോയ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം, അങ്ങനെ 15 ദിവസം കൊണ്ട് 30 ജോലി തീർന്നു. ഒരു ദിവസം ഒരു ജോലി വെച്ച് 30 ദിവസം കൊണ്ടാണ് ആ വിമൻ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയല്ലേ കിട്ടി? ഇനി പറ, ഇവർ 3 പേരും കൂടെ ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, മാനും ബോയും വിമനും കൂടെ ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എഫിഷ്യൻസി ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ മാനിന്റെ 3 അവിടെ അതേപോലെ ഉണ്ടാകും, ദാണ്ട് ഇയാളുടെ 3 അവിടെ അതേപോലെ ഉണ്ടാവും, ബോയുടെ 2 എന്ന് പറയുന്ന എഫിഷ്യൻസി അതേപോലെ ഉണ്ടാവും, അതുപോലെ വിമനിന്റെ എഫിഷ്യൻസി 1 അതേപോലെ ഉണ്ടാവും. മൊത്തം കൂടെ കൂട്ട് എത്ര വരും? 3 2 5 1 6. സോ ടോട്ടൽ എഫിഷ്യൻസി വെൻ ഓൾ 3 ആർ വർക്കിംഗ് ടുഗെദർ എന്നാകുമ്പോൾ എത്ര ആവും? 6. ഇനി പറ, നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട് മക്കളെ. ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട, ഇത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നതിൽ മാറ്റം ഇല്ല എന്നാണെങ്കിൽ ആണ്ടെ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസിയെ വിളിക്കുന്ന പേരാ നമ്പർ ഓഫ് ഡേയ്സ്. മക്കളെ, ഇവിടുത്തെ ടോട്ടൽ വർക്ക് എത്രയാ? 30. 3 പേരും കൂടെ ചേർന്നാണ് ആ 30 ജോലികൾ തീർക്കാൻ പോകുന്നത്. ശരിയല്ലേ? ഒരു ദിവസം ആണ് 3 എണ്ണം ചെയ്യും, പെണ്ണ് എത്ര? 1 ജോലി വെച്ച് ചെയ്യും, ആ കുട്ടി എത്ര വെച്ച്? 2 വെച്ച്. മൊത്തം കൂടെ 6 ജോലികൾ തീരുന്നുണ്ട്. ടോട്ടൽ എഫിഷ്യൻസി 6 ആയിരിക്കും. സോ ആൻസർ എത്ര? 5 ഡേയ്സ് ആയിരിക്കും. 3 പേരും കൂടെ ചേർന്നാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ തീരാൻ വേണ്ടത്. ഓക്കെ ആണോ? ആ ചോദ്യവും കിട്ടി. മക്കളെ, ഇനി അടുത്ത ചോദ്യം നോക്കേടാ. അടുത്ത ചോദ്യം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ കോസ് തീറ്റ √3/2 ആണെന്ന് തന്നേക്കുന്നത് എങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എത്ര വരും? നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ? കോസ് തീറ്റയുടെ വില √3/2 ആണെങ്കിൽ നമ്മൾ √3/2 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് തീറ്റ എന്ന് പറയുന്ന ആള് എപ്പോഴാണോ 30 ഡിഗ്രി വരുന്നത്, ആ 30 ഡിഗ്രി ആകുന്ന സമയത്ത് കോസ് 30 ആകും. കോസ് 30യുടെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? √3/2. അതുകൊണ്ട് തീറ്റയ്ക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനകത്തേക്ക് ആ വിലകൾ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതായത് എന്ത്? ടാൻ 30യുടെ സ്ക്വയർ ഇൻറ്റു കോസ് 30യുടെ സ്ക്വയർ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങോട്ട് കണ്ടുപിടിച്ചെഴുതി അവർ ചോദിക്കുന്നത് ഉത്തരമായിട്ട് എഴുതാൻ. ഓക്കെ, ടാൻ 30 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 1/√3. 1/√3യുടെ സ്ക്വയർ ഇൻറ്റു കോസ് 30 എന്ന് പറഞ്ഞാൽ അപ്പൊ ആരാ അവിടെ? കോസ് 30 ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, √3/2. അതായത് ഇവിടെ എന്ത് സംഭവിക്കും? √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആ. അതായത് ഇവിടെയും ഇവിടെ √3 ഉണ്ടായിട്ട് അതങ്ങ് ക്യാൻസൽ ആകും. ഇവനെ അവശേഷിക്കുന്ന ഇനി ആര് മാത്രമേ ഉള്ളൂ? ഇവിടെ 1/2² മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 1/2 സ്ക്വയർ ആരാ മക്കളെ? 1/4. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ, കുറച്ച് സമയം മതി ഇതൊക്കെ ചെയ്യാൻ. അടുത്ത ചോദ്യം നോക്കേ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് വലിപ്പമുള്ള ചോദ്യമാണ്. എന്താ? 3x³ പ്ലസ് 5x² പ്ലസ് 12xy² പ്ലസ് 7y³ ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അവർ പറയാ എക്സിന്റെ വില -4 ആണ്, വൈയുടെ വില -1 ആണ്. ഇവിടെ ആൻസർ ശരിക്കും പറഞ്ഞാൽ ഒക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിജിറ്റ് സമ്മ് മെത്തേഡ് ഉപയോഗിക്കാം. മക്കളെ, വെറും ഡിജിറ്റ് സം അല്ല, സിംഗിൾ ഡിജിറ്റ് സമ്മ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. പെട്ടെന്ന് ആൻസർ കിട്ടും. എന്താണെന്ന് നമുക്ക് നോക്കാം. മക്കളെ, നോക്കിക്കോണേ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ x³ -4 ആണ് എക്സിന്റെ വില. അപ്പൊ -4ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും ഇവിടെ? -4ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും ഇവിടെ? 4ന്റെ ക്യൂബ് 64. അപ്പൊ ആൻസർ -64 എന്ന് വരും. ഡൗട്ട് ഇല്ലല്ലോ. ആ ക്യൂബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പവർ ഓഡ് ആണെങ്കിൽ മൈനസ് പുറത്തു വരും. അപ്പോ 3 ഇൻറ്റു എന്താണ്? x³ എന്ന് പറയുമ്പോൾ -3 ഇൻറ്റു 64. കണ്ടോ, ഈ -64 എന്ന് പറഞ്ഞിട്ടാണ് x³ വിലയുള്ളത്. ആ മൈനസും കൂടെ അങ്ങ് പുറത്തു വന്നു. ഇനി എന്താ ഇവിടെ ഉള്ളത്? ഇവിടെ x² എന്ന് പറഞ്ഞാൽ എത്ര വരും? 4ന്റെ സ്ക്വയർ 16. അവിടെ മൈനസ് അങ്ങ് കാണാണ്ടാവും. കാര്യം എന്താ? പവർ എന്ന് പറയുന്നത് 2 ഈവൻ നമ്പർ ആണെങ്കിൽ മൈനസ് ഉണ്ടാവൂല. പക്ഷെ വൈയുടെ വില എവിടെ എന്താ കിടക്കുന്നത്? -1. ആ -1 കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? -5 ഗുണം 4ന്റെ സ്ക്വയർ 16. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി ഇവിടെ എന്താ? എക്സിന്റെ വില -4 ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടെ 12 ഗുണം -4 എന്നാ വരുന്നത്. അപ്പൊ അതെങ്ങനെ എഴുതാം? -12 ഗുണം 4. y² എന്ന് പറയുന്നത് -1ന്റെ സ്ക്വയർ, പവർ 2 ആണ്, ഈവൻ ആയതുകൊണ്ട് മൈനസ് ഉണ്ടാവൂല. ഇവിടെ ക്യൂബ് ആണ്, അപ്പൊ മൈനസ് പുറത്തു വരും. അപ്പൊ ഇവിടെ -7 എന്ന് വരും. ഇത്രയും കാര്യം കിട്ടിയല്ലോ. ഇനി എന്താ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്? എല്ലായിടത്തും മൈനസ് കോമൺ. അതായത് മൊത്തത്തിൽ മൈനസ് ഇങ്ങ് പുറത്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 ഗുണം 64 പ്ലസ് 5 ഗുണം 16 പ്ലസ് 12 ഗുണം 4 പ്ലസ് 7. മക്കളെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ എഴുതിയ സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല.
നമുക്ക് കാണുമ്പോൾ തന്നെ കാര്യം എന്താണെന്ന് പിടികിട്ടും എന്നുള്ളതാണ് ശരി. രണ്ടാമതൊരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഇനി ഇവിടെ ഡിജിറ്റ് സം എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കിക്കോണേ. അതായത് ഒരു നമ്പർ ആണ് തരുന്നതെങ്കിൽ അവന്റെ ഡിജിറ്റുകൾ കൂട്ടണം, അതിനപ്പുറത്ത് ഓപ്പറേഷൻസ് കിടപ്പുണ്ടെങ്കിൽ ആ ഓപ്പറേഷൻസ് അതേപോലെ ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്താന്ന് കാണിച്ചു തരാം. താണ്ടെ നോയിക്കോണേ, ഒറ്റ വട്ടം പറയാം, റിപ്പീറ്റ് ചെയ്ത് കാണണം ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. മക്കളെ 6 4 കൂട്ടുമ്പോൾ എത്ര വരും? 10. അപ്പൊ 6 4 കൂട്ടുമ്പോൾ എത്ര വരിക? 10 ആ 10ന്റെ സം എടുക്കണം. നമുക്ക് വേണ്ടത് സിംഗിൾ ഡിജിറ്റ് സമ്മ. കൂട്ടുമ്പോൾ 2 ഡിജിറ്റ് ആണെങ്കിൽ ഡിജിറ്റുകൾ തങ്ങളിൽ കൂട്ടുക, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ 6 4 10. ഇതൊരു സിംഗിൾ നമ്പർ ആവുമ്പോൾ നമ്മൾ അത് രണ്ടുകൂടെ കൂട്ടണം. 6 4 10. 10ന്റെ 1 0 കൂട്ടുമ്പോൾ എത്ര വരും? 1. ഈ 1 ഇവിടെ ഇൻഡു ചിഹ്നം കിടക്കുന്നത്. 1 ഗുണം 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3. അതായത് ഇത്രയും സംഖ്യകളുടെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് 3. ശരിയല്ലേ? ഇനി ഇവിടോട്ട് വാ. 6 1 7. കണ്ടോ? ഇത് ഇപ്പുറത്തൊരു ഗുണന ചിഹ്നം കിടപ്പുണ്ട്. 7 ഗുണം 5 35. 35 എന്ന് പറയുന്നതിന്റെ ഡിജിറ്റ് സം കണ്ടോ? 2 ഡിജിറ്റ് നമ്പറാ. രണ്ടും കൂടെ അങ്ങ് കൂട്ടടാ. 5 3 എത്ര വരും ഇവിടെ? കൂട്ടുമ്പോ 8. ഒരൊറ്റ നമ്പർ ആണെങ്കിലേ കൂട്ടാവൂ. നടുക്ക് വേറെ ഓപ്പറേഷൻ ചിഹ്നം ഉണ്ടെങ്കിൽ ആ ഓപ്പറേഷനാ ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ 5 ഗുണം എത്ര എടുത്ത? 6 1 7 ആണ് വന്നത്. 7 5 35. 5 3 എത്ര വന്നു? 8 വന്നു. ഇവിടെ ഇനി അങ്ങനെയാണെങ്കിൽ എത്ര വരുമെന്നൊന്ന് പറഞ്ഞേടാ. 2 1 3. 3 എത്ര വരും? 12. 2 1 എത്ര വന്നടാ? 3. കണ്ടോ ഡിജിറ്റ് സം? ഇവിടെ എത്ര ഉള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് ആ 7നെ അതേപോലെ അങ്ങ് എഴുതി വെക്കുക. എല്ലാം കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. കാര്യം എന്താ? ഇതിന്റെ എല്ലാം ഇൻ ബിറ്റ്വീൻ ഉള്ളത് പ്ലസ്സുകളാ. ഇത് എഴുതാൻ വല്ല കഷ്ടപ്പാടും ഉണ്ടോ? ഒന്നുമില്ല. എഴുതുക പോലും വേണ്ട, കണ്ണുകൊണ്ട് നോക്കാവുന്നതേ ഉള്ളൂ. 8 3 11 3 14. 14 7 എത്ര വരും? 21. 21 എന്ന് പറയുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പറാ. ഇത് രണ്ടും കൂടെ അങ്ങ് കൂട്ടിക്കുക. അപ്പൊ 2 1 എത്ര വരും? 3. ഇനി നമുക്ക് നോക്കാം. ഉത്തരത്തിനകത്ത് 3 കൂട്ടുമ്പോൾ കിട്ടുന്നത് ആരാണ്? അതായിരിക്കും ഇതിന്റെ ഉത്തരം. മക്കളെ 9 2 11 3 14. 14 ആകുമ്പോൾ 4 1 5 എന്നാ വരുന്ന ഡിജിറ്റ് സം. ഓക്കെ ആണോ? 9 5 14 3 17. 17 ആകുമ്പോൾ 7 1 8 എന്നാ ഡിജിറ്റ് സം വരുന്നത്. 6 1 7 3 10. 10 ആകുമ്പോൾ 1 + 0 1 എന്നാ ഡിജിറ്റ് സം വരുന്നത്. 7 2 9 3 12. 2 1 3 എന്ന് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആൻസർ ആരായിരിക്കും? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. മൈനസ് വെളിയിലുണ്ടെന്ന് മറക്കരുത്. അതുകൊണ്ട് ഒരേ സമയം ഓപ്ഷനകത്ത് 327 -327 ഉണ്ടെങ്കിൽ ആരെ എടുക്കണം എന്നുള്ളത് ശ്രദ്ധിച്ച് വേണം പറയാൻ. ഓക്കെ, കാര്യം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോകാം. അടുത്ത ചോദ്യം നോക്കടാ. തന്നിട്ടുള്ളതായ ഈ പറയുന്ന നമ്പറുകളെല്ലാം എന്താണ്? പ്രപ്പോർഷനിലാണ് എന്നാണെങ്കിൽ എങ്കിൽ വൈയുടെ വില എന്താണെന്നാ ചോദിക്കുന്നത്. ഒന്നുമില്ല. പ്രപ്പോർഷനിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 39 ഡിവൈഡഡ് ബൈ 117 എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്? 17 ഡിവൈഡഡ് ബൈ വൈക്ക് തുല്യം. ആ ഓർഡർ നോക്കിയാൽ മതി. ഇനി നമുക്കറിയാം 39ന്റെ 3 ഇരട്ടിയാണ് ആരെന്ന് പറയുന്നത്? 117 എന്നാണെങ്കിൽ ഇനി പറ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ആൻസർ എന്ത് വരും? y സമം 3 ഗുണം 17. 17 ഗുണം 3 എത്ര മക്കളെ? 17 ഗുണം 3 എത്രടാ? 17 ഗുണം 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 51. ഓക്കെ ആണോ? താണ്ടെ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഇല്ല. അടുത്ത ചോദ്യം നോക്കേടാ. അടുത്തത് നമുക്ക് ഡിജിറ്റ് സംഭവിച്ച് ചെയ്യാൻ നോക്കാം. മിക്കവാറും മെൻസുറേഷൻസിലെയൊക്കെ ചോദ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഡെസിമൽ വിലകൾ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷേ പരിഹരിക്കാൻ ഡിജിറ്റ് സം എപ്പോഴും നമ്മളെ സഹായിക്കും കേട്ടോ. ഈ ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ എന്ത് ഡിജിറ്റ് സം എന്നാണ് ഞാൻ പറഞ്ഞത്? സിംഗിൾ ഡിജിറ്റ് സം കേട്ടോ. സിംഗിൾ ഡിജിറ്റ് സം. അത് മതി. ഡിജിറ്റ് സം മതി. എന്താണെന്ന് നോക്കിക്കോ കാര്യം. ഇവിടെ നമുക്കറിയാം ഒരു സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4/3 പൈ ഇൻറ്റു r³ എന്ന. ശരിയല്ലേ? ഇവിടെ ഈ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നോക്കിക്കോ. അതുകൊണ്ട് 4/3 എന്ന് ഞാൻ എഴുതി. പൈയുടെ വില എനിക്കറിയാം. റേഷ്യോ 22/7 എന്നാ എഴുതണ്ടേ. ഓക്കെ ആണോ? കാര്യം എന്താ? ഉത്തരത്തിനകത്ത് ഒരിടത്തും പൈകൾ വന്നിട്ടില്ല. അതുകൊണ്ട് എന്തായാലും പൈ ഇട്ടല്ല ഉത്തരം വന്നേക്കുന്നത് എന്ന കാരണം കൊണ്ട് അവന്റെ റേഷ്യോ ആക്കി എഴുതിയേ പറ്റൂ. ഇൻറ്റു r³ എന്ന് പറഞ്ഞാൽ ഇവിടെ 4.2 റേഡിയസ്. അപ്പൊ 4.2ന്റെ ക്യൂബ്. അപ്പൊ ഞാൻ അതിനെ എങ്ങനെ എഴുതും? 4.2 3 തവണ എഴുതണം എന്ന് ഞാൻ അങ്ങ് മനസ്സിൽ വിചാരിക്കും. ശരിയാണോ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ക്യാൻസലേഷൻ പറ്റും. 7 കൊണ്ട് 4.2നെ വെട്ടാം. 7 6 42. അപ്പൊ ഒരു ഡെസിമൽ മാറ്റി ഒരു കുത്തിട്ടാൽ 0.6. 3 കൊണ്ട് വെട്ടാം. 14 3 42. ഒരു പോയിന്റ് മാറ്റി കുത്തിട്ടാൽ 1.4. ഇങ്ങനെ ഡിനോമിനേറ്ററിൽ ഉള്ളതായ ആളുകളെ മാറ്റി കഴിഞ്ഞാൽ ന്യൂമറേറ്ററുകളിൽ മാത്രമേ ഇനി ആളുകൾ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിജിറ്റ് സം എടുക്കാം. അതായത് ഡിനോമിനേറ്ററിന്റെ വാല്യൂ എപ്പോഴും 1 ആക്കി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ? ഡിജിറ്റ് സം അപ്ലൈ ചെയ്യാൻ. എങ്ങനെ വരും നോക്കേടാ. ഇവിടെ 4. 4നെ ഞാൻ ഇങ്ങോട്ട് എഴുതി. 22 ഒറ്റ നമ്പർ ആണെങ്കിൽ കൂട്ടണം. 2 2 എത്ര വരും? 4 വരും. ഇനി 0.6
ആലോചിക്കേണ്ട കാര്യമില്ല, ഡിജിറ്റ് സമ്മ 6 എന്നേ വരത്തുള്ളൂ. കണ്ടോ, ഇൻറ്റു ഇവിടെ 1.4 ഡിജിറ്റ് സമ്മ കൂട്ടിയാൽ മതിയടാ. 4 1 എത്ര വരും ഇവിടെ? 5. ഇവിടെ 4.2 എന്ന് പറയുമ്പോൾ 4ഉം 2 കൂടെ കൂട്ടണം 6. ഇതിനിടയിൽ കിടക്കുന്ന ഓപ്പറേഷൻസ് എന്താ, അത് അതേപോലെ ചെയ്യും. 4 ഗുണം 4 എത്ര വരും ഇവിടെ? 16. ഇനി 16 ഗുണം 6 ചെയ്ത് കഷ്ടപ്പെടാൻ നിൽക്കണ്ട. 6 ഒന്നുകൂടെ എന്ത് ചെയ്യുക, കൂട്ടി അങ്ങ് 7 ആക്കി വിളിക്കുക. 7ഉം 6 കൂടെ എത്ര വരും ഇവിടെ? 42 വരും. 42 ഗുണം 5 ചെയ്ത് കഷ്ടപ്പെടണ്ട. 4ഉം 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 6. ഈ 6ഉം 5 കൂടെ ഗുണിച്ചാൽ ആര് വരും? 30. 30 ഗുണം 6 ചെയ്ത് കഷ്ടപ്പെടണ്ട. 3ഉം 0 കൂടെ കൂട്ടടാ. എത്ര വരും ഇവിടെ? 3ഉം 0 കൂടെ 3 വരും. 6 ഗുണം 3 എടുക്കണം. 6 ഗുണം 3 എത്ര വരും ഇവിടെ? 18. അപ്പൊ 8ഉം ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര വരും? സിംഗിൾ ഡിജിറ്റ് സമ്മ 9 വരും. ഓക്കെ ആണോ? ഇവിടെ ഓപ്ഷനകത്ത് കൂട്ടുമ്പോൾ 9 കിട്ടുന്നതായ കണ്ടീഷൻ ആരുണ്ടെന്ന് നോക്കിയാൽ മതി. അതിനെന്ത് ചെയ്യണമെന്നറിയോ? 9 എന്ന് പറയുന്ന ആളിനെ കട്ട് ചെയ്ത് കളയണം സമ്മുകളിൽ നിന്ന്, ഏറ്റവും അവസാനിക്കുന്നത്. അതായത് 9ന്റെ പ്രത്യേകതയാ, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളുടെ ഒരു പ്രത്യേകതയാണ് 9നെയും 9ന്റെ മൾട്ടിപ്പിളിനെയും തന്നിരിക്കുന്ന നമ്പറുകളിൽ നിന്ന് പതുക്കെ വെട്ടിക്കളഞ്ഞ് 0ത്തിൽ അവസാനിക്കുന്നെങ്കിൽ അവൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നോക്കെ, 7ഉം 2 കൂടെ വെട്ടിമാറ്റി 9 അല്ലേ വരുന്നത്. ഇനി നോക്കണ്ട, ബാക്കിയുള്ളതിനെ നോക്കിയാൽ 8ഉം 3ഉം എത്ര വരും? 11ഉം 4ഉം എത്ര വരും? 15. 15നകത്തുള്ള 2 നമ്പർ കൂട്ട്. 15നകത്തുള്ള 2 നമ്പറോട് കൂട്ട്. 15 ആകുമ്പോൾ 5 1 6. ഡിജിറ്റ് സമ്മ എന്ന് പറയുന്നത് ഇവിടെ 6. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കൂട്ടി നോക്കുക. 2 7 8.34. ഇതല്ലാതെ കൂട്ടി നോക്കടാ. 7 2 9, 8 9 17 3 20 4 24. 4 2 എത്ര വന്നടാ? 6. കണ്ടോ, ആ 9കൾ വെട്ടിക്കളഞ്ഞാലും 9 വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ഡിജിറ്റ് സം 1 തന്നെ വരുന്നത്. അപ്പൊ 9കളെ വെട്ടിക്കളഞ്ഞെടുക്കാനല്ലേ എളുപ്പം. വെട്ടിക്കളഞ്ഞ് മാറ്റടാ. എന്ത് വരും? ദാണ്ടെ 7ഉം 2ഉം വെട്ടി. ബാലൻസ് എത്ര ഉണ്ട്? 5. ദാണ്ടെ 3 8 1 9. ആ കൂട്ടുമ്പോ 9 വരുമ്പോ ആ ആളിനെ വെട്ടി. ഇവിടെ ഡിജിറ്റ് സം എത്ര വന്നേ? 2. കണ്ടോടാ. ഇനി ഇവിടെ 9 എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ 9ഉം കൂടെ നമുക്കങ്ങ് വെട്ടി മാറ്റാൻ ഡിജിറ്റ് സമ്മിന് 0 വരുമെന്നാ. അതായത് 0 വരുമെന്നാ. അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ദാണ്ടെ ഇനി ഇവിടുന്ന് വെട്ടടാ. ദാണ്ടെ 7ഉം 2ഉം 9. 9 തനിയായിട്ടുണ്ട്. ഇനി ഇവിടെ എത്ര ഉണ്ട്? 8ഉം 2ഉം 10 4 14. 4 1 എത്ര വരുന്നുണ്ട് മക്കളെ? 5. ഇനി പറ, ഇവിടെ നോക്ക്. അതാ ഇവിടെ 6. ദാണ്ടെ 3ഉം 9. ഇനി എന്താ പറഞ്ഞത്? 4ഉം 4 8. 8 1 9. ഇനി ഇവിടെ എടുക്കാനൊന്നുമില്ല. ഇവിടെ 0 വരുന്നുണ്ട്. അതായത് 9ൽ അവസാനിക്കുന്നുണ്ട് ആള്. അതായത് ഡിജിറ്റ് സം എന്ന് പറയുന്നത് ഈ 0 എന്നാണ് കിട്ടിയത്. 9 കട്ട് ചെയ്യുമ്പോൾ 0 എന്നാണ് കിട്ടിയതെങ്കിൽ ഡിജിറ്റ് സം 9 ആണെന്ന് അർത്ഥം. ദാണ്ടെ ഇവിടെയും നമ്മൾ 9 എന്ന് കിട്ടി. ഡിജിറ്റ് സം ആയതുകൊണ്ട് ഞാൻ 9ന്റെ റിമൈൻഡർ എന്നുള്ള രീതിയിലാണ്. അതൊരു എന്താണ്, ആക്ച്വലി നിങ്ങൾ ആ കാര്യം പഠിക്കണ്ട. ഇത്രയും പഠിച്ചാൽ മതി. കൂട്ടുമ്പോൾ 9 എന്ന് കിട്ടിയ തന്നിട്ടുള്ളതിനകത്ത് നിന്ന് 0 വരുന്നത് ആരാന്ന് കണ്ടുപിടിച്ചാൽ മതി. വേറെ ഒന്നുമില്ല. 9കളെ വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ 0 വരുന്ന ആരാന്ന് നോക്കിയാൽ മതി. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഇവിടെ ഓപ്ഷൻ ഡി 310.464. കണ്ടോടാ, ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. മക്കളെ, ഇത് പറയാനേ ബുദ്ധിമുട്ടുള്ളൂ, ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. നിസാര സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിന്റെ ആൻസർ എങ്ങനെ വരുവാടാ? ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ പറയുന്ന ഒരു ആൽജിബ്രയുടെ ഇക്വേഷൻ അറിയണം. എപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ വരുവാടാ? ഓരോന്നിനെ ആദ്യമേ സ്ക്വയർ എടുക്കണം. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അത് കഴിഞ്ഞിട്ടോ എല്ലാത്തിന്റെ ഇരട്ടി എടുക്കണം. ഈ 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് അതാണ്ട് AB പ്ലസ് BC പ്ലസ് AC എന്ന് വരും. കണ്ടോ, ഇതിനകത്ത് തന്നിട്ടുള്ള വില ആരുടെയാണ്? ഇതിന്റെ വില തന്നിട്ടുണ്ട്. 16ന്റെ സ്ക്വയർ എത്ര? അപ്പോ 256. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന്റെ വില തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 90 പ്ലസ് 2 ടൈംസ് ഓഫ് കണ്ടുപിടിക്കേണ്ട വില എവിടെയാ വരിക? ഇതിനകത്തുള്ള വിലയാ വരിക. ഇനി എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. 256. 90 അപ്പുറം കൊണ്ടുപോടാ. കുറയ്ക്കുമ്പോൾ ആൻസർ എന്ത് വരൂടാ? 90 അപ്പുറം പോകുമ്പോൾ എന്ത് വരൂടാ? 166. ഈ പറയുന്ന 2 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. 166ന്റെ പകുതി എത്ര വരൂടാ? അത് 83. ആൻസർ എത്ര വരിക? ഓപ്ഷൻ ബി 83. ഡൗട്ട് ഉണ്ടോ? വളരെ നിസ്സാരമായിട്ട് കിട്ടുന്ന ചോദ്യങ്ങളാ. അടുത്ത ചോദ്യം നോക്കിയടാ. ഇവിടെ 3 സൈൻ തീറ്റ. മക്കളെ, 3 സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്താ? ഈ സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ ഉള്ള ആളിനെ തൽക്കാലം ഇവിടെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ 3 ഇവിടെ 3ക്കകത്ത് ഒന്ന് പോകണം. ഞാനിപ്പോ പറയുക, ഈ സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വില ഞാൻ തൽക്കാലം ഇപ്പോ അല്ലെ വേണ്ട, നിങ്ങൾക്ക് ആ ഒരു രീതി ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട് ഞാനത് എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. കണ്ടോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ, ഈ പറയുന്ന കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ അപ്പൊ എന്ത് ചെയ്യും? ഈക്വൽ ടുവിന് അപ്പുറത്ത് 1നോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. 1 ഇൻറ്റു എനി നമ്പർ എന്താ? ആ നമ്പർ തന്നെ. ഗുണിച്ചതാരെയാ? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ.
ഓക്കെ ആണോ? ഇനി ഈക്വൽ ടുവിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒരേ ആളുകളെ കൊണ്ടുപോകും. അപ്പൊ എന്തോ വരും ഇവിടെ? 3 സൈൻ തീറ്റ. ഈ സൈൻ തീറ്റ ഇപ്പുറം വരുമ്പോൾ മൈനസ് സൈൻ തീറ്റയാവും. കോസ് തീറ്റ അപ്പുറം ചെല്ലുമ്പോൾ പ്ലസ് കോസ് തീറ്റയാവും. സോ ഓൾറെഡി അവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്, അതിന്റെ കൂടെ ഒരു കോസ് തീറ്റയും കൂടെ ആവുമ്പോൾ ഇപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും ഇവിടെ? 2 സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 2 കോസ് തീറ്റ. അതുകൊണ്ട് 2ഉം 2ഉം വെട്ടി പോകുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ആകുന്നത് ഏത് കണ്ടീഷനിലാണ്? തീറ്റ എന്ന് പറയുന്നത് 1/√, എന്താണ്, ഈക്വൽ ടു കോസ് തീറ്റ ആകുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി എന്നാണ് പറയേണ്ടത് കേട്ടോ. അതായത് രണ്ടുപേരും ഈക്വൽ ആകുന്ന തീറ്റ എന്ന് പറയുന്നത് 45 ആണ്. ആ വാല്യൂ എത്രയാ? 1/√2. സൈൻ തീറ്റയുടെ വാല്യൂ 1/√2, കോസ് തീറ്റയുടെ വാല്യൂവും 1/√2. ഏത് ആംഗിളിലാ? തീറ്റ 45 ആകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ കോട്ട് തീറ്റയുടെ വില എങ്ങനെ കണ്ടുപിടിക്കാം? കോട്ട് 45 ആണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ കോട്ട് 45ന്റെ വാല്യൂ എത്ര വരുന്നത്? 1. കണ്ടോ? ടാൻ 45ന്റെ വില 1. അങ്ങനെയാണെങ്കിൽ കോട്ട് 45 എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ ഓഫ് 1 എന്താ വരും ഇവിടെ? ഓപ്ഷൻ സി, 1 ഈസ് എ കറക്റ്റ് ആൻസർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നുമില്ല, ഈ ഒരു ചോദ്യം കാണുമ്പോൾ 3 - 1 ആണ് 2. ഇവിടെ അങ്ങനെ വരണമെങ്കിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആവണം. അപ്പൊ താഴെയും എന്ത് വരും? രണ്ടും ഈക്വൽ ആകണം. അങ്ങനെ ആണെങ്കിൽ 2/2 1 എന്ന രീതി വരും. ഞാൻ ആ പറഞ്ഞത് മനസ്സിലായവര് പരിഗണിക്കുക, അല്ലാത്തവര് വിട്ടിട്ട് ഈ ആക്ച്വൽ മെത്തേഡ് പറഞ്ഞത് നോക്കുക. ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കാം. മക്കളെ, ഇവിടെ 2 റണ്ണേഴ്സ് ഉണ്ട്, സോണി മോനുമാണ്. ട്രാക്കിന്റെ നീളം എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. സർക്കുലാർ ട്രാക്ക് ആണ്. അതിൽ ഒരാള് ആരുടെയാ? സോണിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 18ഉം മോണിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 24ഉം ആണ്. ഇവരെന്ത് ചെയ്തു? ഓടുന്നു. അവർ ചോദിക്കുന്നത് എത്ര സമയം കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടും എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഓൾറെഡി 24 കിലോമീറ്റർ വേഗതയുള്ള ആള് മുന്നിലായിരിക്കും. ഇയാള് എന്ത് ചെയ്യും? ഓടി കറങ്ങി, ഇയാളുടെ പുറമെ ആരും ഉണ്ട്, ഇയാള് ഉണ്ട്, ശരിയാണോ? ഇയാള് കറങ്ങിയതാ ഇങ്ങ് ഇവിടെ വരുമ്പോൾ ഇവര് രണ്ടുപേരോട് ഒരിക്കൽ കൂടെ കണ്ടുമുട്ടും. ഇതാണ് കണ്ടീഷൻ. അത് എത്ര സമയം കഴിയുമ്പോഴാണ് കണ്ടുമുട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് അവര്. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന കണ്ടീഷനാണ് പരിഗണിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ എന്ത് വേണോന്ന് ചോദിച്ചാൽ ഇവരുടെ ഡിഫറൻസ് എടുക്കുക. അത് എത്രയാ? 6 km/h. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ തന്നിട്ടുള്ളത് ഏത് യൂണിറ്റിലാ? സെക്കൻഡ്സിലാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ km/h നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യണം? 5/18 കൊണ്ട് നമ്മൾ ഗുണിക്കണം. ആൻസറിലേക്ക് എത്തുമല്ലോ. അപ്പൊ 18ഉം 6ഉം കൂടെ വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും? 3. അതിനർത്ഥം 5/3 അത്രയും മീറ്റർ/സെക്കൻഡ് ആണ് എന്ത്? ഇവിടുത്തെ വേഗത. ഓക്കെ, റിലേറ്റീവ് സ്പീഡ് കിട്ടി. ഇതാണ് റിലേറ്റീവ് സ്പീഡ്. ഇനി എനിക്ക് വേണ്ടത് ടൈം ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 200 മീറ്റർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിനകത്ത് മാറ്റമില്ല. അതുപോലെ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട് 5/3. ക്രോസ് ചെയ്താ എന്താ ചെയ്താൽ മതി? റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മതി. അപ്പൊ എന്താ വരും? 200 × 3 ഡിവൈഡഡ് ബൈ 5. എന്താ സംഭവിക്കുന്നത്? ആൻസറിന്റെ വില എന്ന് പറയുന്നത് 120 സെക്കൻഡ്സ് എന്നായി മാറും. എത്ര കൂടെ? 120 സെക്കൻഡ്സ് എന്നാവും. എങ്ങനെ ആയേ? 3 അവിടെ നിൽക്കട്ടെ, 5 കൊണ്ട് ഇതിനെ 2നെയും കൂടെ വിട്ട്, അപ്പൊ ഇതെത്ര വരും? 40. 40 × 3 എത്ര വരും? 120 സെക്കൻഡ്സ്. ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല, നിസ്സാരപ്പെട്ട ചോദ്യമാണ്. ഓക്കെ അല്ലേ? ഈ ഒരു ചോദ്യവും പിടികിട്ടി. മക്കളെ, ഇനി അടുത്ത ചോദ്യം കുറച്ചുകൂടെ കിടിലനായിട്ടുള്ള ചോദ്യം, മിക്കവാറും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായ ചോദ്യം. ഈ ഒരു ചോദ്യം കൂടെ നമുക്ക് പഠിച്ചാൽ മതി. ഇതുകൂടെ നമ്മുടെ ഒരു ഷിഫ്റ്റിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. 2 വീഡിയോകളിലൂടെ ഒരു ഷിഫ്റ്റിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടുണ്ട്. മക്കളെ, ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? 265 × 4081 + 9 ഇവനെ 266 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് റിമൈൻഡർ വരുന്നത്? അറിയാം, 266നെ നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ? ഇവന് വേണ്ടിയിട്ട് ഒരു 266, ഇവന് വേണ്ടിയിട്ട് ഒരു 266. 9നെ 266 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പിന്നെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഒറ്റയടിക്ക് എന്തായാലും അവൻ പെടാത്ത ചെറിയ വാല്യൂ. അപ്പൊ റിമൈൻഡർ എത്ര തന്നെ ആയിരിക്കും? 9 തന്നെ ആയിരിക്കും. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നമ്മൾ നോക്കണ്ടേന്ന് പറഞ്ഞാൽ 265ഉം 266ഉം തങ്ങളിൽ നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യുക. 265 ഡിവൈഡഡ് ബൈ 266. ഒന്നുമില്ല, ഇവൻ നമ്മൾ എടുക്കുമ്പോൾ റിമൈൻഡർ ആയിട്ട് വരും. എത്ര ഇവിടുത്തെ റിമൈൻഡർ? 265 തന്നെ റിമൈൻഡർ. അപ്പോ അവിടെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എങ്ങനെ പരിഗണിക്കുമെന്ന് ചോദിച്ചാൽ, 1 കുറവുള്ള റിമൈൻഡറാ. എന്താ പറഞ്ഞേ? 1 കുറവുള്ള റിമൈൻഡറാ. ഓക്കെ ആണോ? 1 കുറവെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എഴുതണമെന്ന് അറിയാം? -1 the whole raised to 4081 എന്ന് എഴുതിയാൽ മതി. അതായത് 266 എന്താ 265 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ 265 ആണ് റിമൈൻഡർ എന്ന് പറയാം, അല്ലെങ്കിലോ റിമൈൻഡർ എന്ന് പറയുന്നത് -1 ആണെന്ന് പറയാം.
ഓക്കെ ആണോ? ഒന്നുകിൽ 265 അല്ലെങ്കിൽ -1. ഈ ഒരു രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ -1 ദ ഹോൾ റേസ് ടു 40 81 പ്ലസ് 9. ഇവിടെ പവർ ഓഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? -1 പ്ലസ് 9 എന്ന് കിട്ടും. 9ൽ നിന്ന് 1 പോയ എത്ര വരും? 8. സോ ദി ആൻസർ ഇസ് 8. അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് 8 ആണ്. മക്കളെ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാ. വളരെ നിസ്സാരമായ സമയം കൊണ്ട് തന്നെ ചെയ്തു മാറ്റേണ്ട ചോദ്യങ്ങളാ. ഒരു തവണ നമ്മൾ ഈ ഒരു ചോദ്യത്തിനെ ഒന്ന് ഫെമിലിയർ ആയ, കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 10-60 മുകളിലുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു 10-15 മുകളിലുള്ള ചോദ്യങ്ങളാണ് മാത്സിനകത്ത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് മാത്രമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ഒരു 4-5 ക്വസ്റ്റ്യനുകളുടെ കാര്യത്തിൽ മാത്രമേ 4-5-6 ക്വസ്റ്റ്യൻ്റെ കാര്യത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. അത് മാക്സിമം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ചോദ്യങ്ങളുമാണ്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.